ഇതെന്താ സാധനം? എനിക്ക് ആകെ ഇഷ്ടം ഇത് മാത്രമാണ്. ഇവനും പിന്നെ വലിയ കുഴപ്പമില്ലാതെ ഈ അരി ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത്. പരിഷ്കാരിക്ക് മാത്രമേ ഉള്ളൂ ഡിഫറെൻ്റ് ആയിട്ട് വേണ്ടത്. എപ്പോഴും ചോറൊക്കെ തന്നെയാണോ കഴിക്കുക? ഇവിടെ കൂടുതലും റൈസ് ഐറ്റംസ് ആണ് കൂടുതൽ. കൂറ, പല്ലി, പാറ്റൊന്നും കഴിക്കില്ല? ഓക്കെ. അതെന്റെ പരിഷ്കാരി കൂട്ടുകാരെ കഴിക്കും. നൈച്ച എന്ന് പറയാം, പക്ഷെ അതും നമ്മുടെ ആക്സെന്റ് കറക്റ്റ് ആവണം, അത് മനസ്സിലാവണം. ഈ ഷോപ്പിലാണെങ്കിൽ ഇപ്പോൾ ഗുഡ് മീ എന്ന് പറഞ്ഞ ഈ ഷോപ്പിൽ നായ്ച്ചയ്ക്ക് തന്നെ പല ടൈപ്പ് ഉണ്ട്. ജാസ്മിൻ ടീ ഉണ്ട്, അതുപോലെ തന്നെ ഏൻഷ്യൻ മിൽക്ക് ടീ ഉണ്ട്, അത് പല ഇവരുടെ തന്നെ ഗുഡ് മീ മിൽക്ക് ടീ ഉണ്ട്, അങ്ങനെ പലതുണ്ട്. അപ്പോൾ അവർ ചോദിക്കും ഏതാ വേണ്ടതെന്ന് ചോദിക്കും. പക്ഷെ നമുക്ക് വായിക്കാൻ അറിയാത്തത് കൊണ്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കണം. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോഴേക്കും ഒരു പ്രാവശ്യം എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ടൊരു മിൽക്ക് ടീ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പാൽച്ചായ പോലത്തെ ഒരു സാധനം മേടിച്ചിട്ട് അതിൻ്റെ പേര് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അതേപോലെ എടുത്ത് അവരെ കാണിക്കുന്നു, അത് വേണം എന്ന് പറയുന്നു. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഇതാ ഇത്രയുണ്ട് കേട്ടോ ഒരു ചായ ഗ്ലാസിൻ്റെ വലിപ്പമാണ്. രാവിലെ ഈ ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉച്ച വരയ്ക്ക് വേറെ ഒന്നും കഴിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് വേസ്റ്റ് ഇടാനായിട്ട് കണ്ടില്ലേ, ഇത്രയും നല്ല സെറ്റപ്പായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്ത് നമ്മൾ പേയ്മെൻറ്റും ചെയ്യേണ്ട, ഇത് ഫ്രീ ആയിട്ടുള്ളതാണ്. പിന്നെ പേയ്മെൻറ്റോട് കൂടി ചെയ്യാനുള്ള ഇപ്പോൾ ഓരോ ഫ്ലാറ്റുകളിലും താഴെ ആളുകളൊക്കെ ഉണ്ടാവും, അവർക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ചെയ്യാനുള്ളതും ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ബ്രോയിലർ കോഴികൾ അധികം കാണാനില്ല. ഇത് എങ്ങനത്തെ കോഴികൾ തന്നെയാണ് കേട്ടോ ഇവിടെ നമുക്ക് കടകളിൽ കാണാൻ പറ്റണത്. ഇവിടെ ട്രാഫിക്കിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴേക്ക് അത് കുറച്ച് നമ്മുടെ നാട്ടിലെക്കാളും കുറച്ചും കൂടെ ഡിസിപ്ലിൻഡ് ആണ്. അതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സ്പീഡ് വയലേഷൻ അല്ലെങ്കിൽ അതുപോലെയുള്ള സിഗ്നൽ വയലേഷനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് രണ്ടാണ്. ഒന്ന് ഫൈൻ ഉണ്ടാവും, രണ്ടാമത്തത് ഈ ഫൈനിൻ്റെ കൂടെ തന്നെ പോയിൻ്റ് വയലേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ പോയിൻ്റ് വയലേഷൻ വരുമ്പോഴേക്ക് ഒരാളുടെ ലൈക്ക് ഒരു വർഷത്തേക്ക് ഒരു സർട്ടൻ പോയിൻറ്റ്സ് ലൈസൻസിലുണ്ടാവും. ഒരു പ്രാവശ്യം വയലേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് അവരുടെ കയ്യിൽ ഫോട്ടോസ് ഉണ്ടാവും. കാറ് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ചെല്ലാൻ വരും. അത് നമ്മൾ പോയിട്ട് ഫൈൻ അടയ്ക്കണം, അതിൻ്റെ കൂടെ തന്നെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കേസാണെങ്കിൽ അവരുടെ വീട്ടിൽ 3 ലൈസൻസ് ഉണ്ട്, അവൻ്റെത്, അവൻ്റെ വൈഫിൻ്റെ, അവൻ്റെ അച്ഛൻ്റെ. സോ ഇവന് ഒരു വർഷത്തിൽ തന്നെ കുറച്ചും കൂടെ കൂടുതൽ പോയിൻറ്റ്സ് വയലേറ്റ് ആവും. നടക്കുമ്പോഴും വലിയ പ്രശ്നമില്ല, കാര്യം നമുക്ക് നടക്കുമ്പോൾ ആകെ ക്യാമറ ഉള്ള സ്ഥലത്ത് മാത്രമേ പ്രോബ്ലം ഉള്ളൂ. അത് നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഈ ഇവരുടെ ഫേസ് ഡിറ്റക്ഷൻ ഉള്ള ഇവരുടെ ചൈനീസ് നാഷണൽസിൻ്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് വരും. അല്ലാതെ നമുക്ക് നമ്മുടെ ഫേസ് ഒന്നും ഇവിടെ ഡിറ്റക്ഷൻ ചെയ്യത്തില്ല, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. റീചാറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സ്കാൻ ചെയ്താൽ മാത്രം മതി. റീചാറ്റ് ഇല്ലെങ്കിലാണ് നമ്മൾ ഇതിനകത്ത് പൈസ ഇടേണ്ടത്. ഇവിടുത്തെ ഈ മെട്രോയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്ന് പറയുമോ ചൈനീസ് മല്ലു? ഭയങ്കര തിരക്കാണല്ലോ ഇവിടെ. തിരക്ക് ഈ സമയത്തൊന്നും തിരക്കുണ്ടാവില്ല. ഈ സമയത്ത് തീരെ തിരക്ക് കുറവാണ്. ഈ സമയത്ത് ആക്ച്വലി തിരക്കായി വരുന്നതേ ഉള്ളൂ. ഈ പൊതുവേ ഇതിപ്പോൾ ലൈൻ 4 ഈ ലൈൻ 4 പൊതുവേ തിരക്കില്ല. പക്ഷേ ഇപ്പോൾ ആളുകൾ കൂടുതൽ മെട്രോ അല്ലേ ഉപയോഗിക്കുന്നത്? മെട്രോ ഉണ്ടാവും, അതുപോലെ തന്നെ ഇപ്പോൾ സബ്വേ ആക്സസിബിലിറ്റി ഉണ്ട്, അല്ലാതെ തന്നെ ബസ്സും ഉണ്ടാവും കൂടുതലും. എന്തായിരുന്നാലും മെട്രോ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതലും ഇപ്പോൾ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതലാണ്. ഇപ്പോൾ കാസ് അത് ഇല്ലെന്നല്ല, ഉണ്ട്, പക്ഷെ എന്നാലും കൂടുതലും ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നത് എന്തിലാണ്? അപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാർ, പഠിക്കാൻ പോകുന്ന ആൾക്കാർ. പക്ഷേ ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത് എനിക്ക് കമ്പനി ബസ്സുണ്ട്. അപ്പോൾ ഫുള്ളി ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കമ്പനി തന്നെയാണ്. ഞാൻ ആക്ച്വലി ഇൻ്റർസിറ്റി ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് ഗോഞ്ചോന്ന് ഞാൻ ചുങ്ഷാങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഡെയിലി കമ്മ്യൂട്ട് ചെയ്ത് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്ന ആളാണ്. നമ്മളിപ്പോൾ ഗോഞ്ചോലല്ലേ ഉള്ളത്, ചൈനയിലെ ഗോഞ്ചോല് ഏറ്റവും കൂടുതൽ എന്താണ്, ഏറ്റവും കൂടുതലായിട്ട് ഡ്രസ് കമ്പനീസ് അങ്ങനെയൊക്കെ? ഗോഞ്ചോല് ഏറ്റവും കൂടുതൽ എന്താണ്, ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഓരോ സ്ഥലത്തും ഇപ്പോൾ ഇലക്ട്രോണിക് ഐറ്റം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഗോഞ്ചോലൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഡ്രസ്സ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഷെൻജൻ ദോങ്കുവാനൊക്കെ ആണെങ്കിൽ ഇലക്ട്രോണിക്സ് ഐറ്റംസ്. ഗോഞ്ചോല് ഇലക്ട്രോണിക്സ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണിക്സ് ഐറ്റംസിൽ പിന്നെ ഇവിടെ പിന്നെ ദൂരമൊന്നും ഒരു പ്രശ്നമല്ല. നമുക്കിപ്പോൾ എല്ലാം ഓൺലൈനിൽ മേടിക്കാൻ പറ്റി കഴിഞ്ഞാൽ
എല്ലാം ഓൺലൈനിൽ കിട്ടുമ്പോഴേക്കും പിന്നെ ഡെഫിനറ്റ്ലി അധികം ടൈമും എടുക്കത്തില്ല. ഓ ഓ ഓ. അപ്പം ഞാൻ എൻ്റെ കാറിൻ്റെ ഒക്കെ പാർട്സ്, നാട്ടിൽ കിട്ടാത്ത പാർട്സ് ഒക്കെ ഞാൻ ഇവിടെ നിന്ന് മേടിച്ചോണ്ടാണ് പോകുന്നത്. ഓക്കെ. ഐ മീൻ ഇലക്ട്രോണിക് പാർട്സ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന നമ്മുടെ ചങ്ങാതിക്ക് കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വന്നത് നമ്മുടെ ചൈനീസ് മല്ലുവിൻ്റെ കൂടെ ഈ ഒരു ഷോപ്പിംഗ് മോളിലാണ് വന്നിരിക്കുന്നത്. ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരം ഐറ്റംസും ഉണ്ട്, എല്ലായിടത്തെ പോലെ തന്നെ. ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ജീവിക്കാം. ഒന്ന് നല്ല ലാവിഷായിട്ട് ജീവിക്കാം, ഒരു സർട്ടൻ ക്വാളിറ്റിയിൽ. അതായത് ബ്രോനെ പോലെ അല്ല, രണ്ടാമത്തത് നമുക്ക് കുറച്ച് ബഡ്ജറ്റായിട്ടും എന്നാൽ അതേ ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്ത് ജീവിക്കാം. കാര്യം സെയിം ഫുഡ്, സെയിം ക്വാളിറ്റി ഫുഡ് നമുക്ക് രണ്ട് ടൈപ്പ് ഇവിടെ കിട്ടും. ഇപ്പോൾ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ചാലും വയറിനൊന്നും ഒരു പ്രശ്നവും വരത്തില്ല. പക്ഷേ സ്ട്രീറ്റ് ഫുഡ് ഭയങ്കര സേഫ്റ്റിയാണ്, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റിയാണ്. ഞാൻ കൂടുതലും സ്ട്രീറ്റ് ഫുഡ്, ചൈനീസ് ഫുഡ്. ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ നാട്ടിലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാനാണെങ്കിൽ പിന്നെ അതിനേ കാശുണ്ടാവുള്ളൂ. ഇപ്പം നമ്മളെപ്പോഴും എന്താ പറയുക, ചേരത്തിൽ നിന്ന് നാട്ടിൽ ചെന്ന് നടുക്കണ്ടം കഴിക്കണം. എൻ്റെ പരിഷ്കരിയ ചങ്ങതിയെ പോലെ. എക്സാക്ട്ലി. നടുക്കണ്ടവല്ല, മൊത്തം തിന്നും. അതാണ് നമ്മുടെ ഇതുപോലെ എന്താ പറയുക, പന്നിയുടെ. എന്നാൽ ഒരു മാസം എത്ര ഒരു നാട്ടിലത്തെ പൈസ? അല്ല, ഞാൻ നോർമലി ഒരു 1500 RMB, ഐ മീൻ 1500 RMB ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് എപ്പോഴും ബാക്കി എക്സ്പെൻസ് ചെയ്യുന്നു. അപ്പോൾ അത് അത്രയും ഇതാവില്ല. പക്ഷെ ബാക്കി ഇവിടെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്ന ഒന്ന് ഇവിടുത്തെ, നമുക്ക് ടിപ്സിലേക്ക് പോകാം. കമ്മ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്ന ഒന്ന് ഇൻ്റർനെറ്റ്, അതുപോലെ അടുത്ത ഇൻ്റർനെറ്റിൻ്റെ എക്സ്പെൻസ് ഉണ്ട്, ഫോണും എക്സ്പെൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിലാണ് ഏറ്റവും ചീപ്പായിട്ട് ഫോണിൻ്റെ കിട്ടുക, ഇവിടെ നല്ല എക്സ്പെൻസീവാണ്. കോളിംഗ് മാത്രമല്ല, നെറ്റ് ആയിരുന്നാലും. ഇവിടെ കോളിംഗ് അല്ല, ഇവിടെ കൂടുതൽ എല്ലാവരും WeChat കോളിംഗാണ്, അല്ലാതെ നമ്പർ കോളിംഗ് ഇല്ല. എനിക്ക് എങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു 2000, ഐ മീൻ ഒരു 300-400 RMB അടുപ്പിച്ച് വരും. പിന്നെ ഈ മദ്യപാനം, സിഗരറ്റ് വലി അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിലവ് നല്ല കുറവായിരിക്കും അല്ലേ? അല്ല, അതിവിടെ ചീപ്പാണ് ആക്ച്വലി. ബിയർ, അതുപോലെ ഈ എന്താ പറയുക, ലിക്കർ, സിഗരറ്റ്, ഇതൊക്കെ ഇവിടെ ഭയങ്കര ചീപ്പാണ്. ഇവിടെ വെള്ളം ചിലപ്പം നോർമൽ നമ്മുടെ നല്ലൊരു സ്പാർക്ക്ലിംഗ് വാട്ടറൊക്കെ മേടിക്കണമെങ്കിൽ ഒരു ക്യാനിന് ചിലപ്പം 4-5 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അടിക്കാറുണ്ടോ? ഇല്ല. അപ്പം ചിലവ് നല്ല കുറവ്. അങ്ങനെ ഞാൻ കൂടെ ഇരിക്കാറുള്ളൂ, അതാണ് ചിലവ് ഇങ്ങനെ കുറവ്, വേറൊന്നുമല്ല. നമ്മളിപ്പോൾ iPhone 15 Pro Maxൻ്റെ വില കണ്ടോ, 9699 ആണ് ഇവിടെ ഉള്ളത്. സാധനം അടിപൊളി, ഒറിജിനൽ തന്നെ അല്ലേ? കൊള്ളാം. പക്ഷെ ഒക്കെ ചൈനീസിലാണ് എഴുതിയിരിക്കുന്നത്, നമുക്ക് ഇംഗ്ലീഷിലാക്കിയാൽ മതി. ലാംഗ്വേജ് മാറ്റാൻ. നാട്ടിൽ എത്ര രൂപ ആയിട്ടുണ്ടാവും? നാട്ടിലിപ്പോൾ ഓൾമോസ്റ്റ് 1 lakhനകത്തേ ഉണ്ടാവുള്ളൂ. അതെ അല്ലേ? ഇപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ 9699 ആവറേജ് ഒരു 1,10,000 ഒക്കെ വരും 256-ന്. ഓക്കെ. 1,10,000 രൂപയാണ് 256-ന് ഇവിടുത്തെ വില. ഇതിലും കുറയോ? വേറെ എവിടെയെങ്കിലും വീണ്ടും കുറയും. ഇത് ആക്ച്വലി ഒറിജിനൽ റീസെല്ലറിന്റെ ഷോപ്പിലെ റേറ്റ് ആണ്. ചിലപ്പോൾ ഓഫർ വരുന്നത് ഇപ്പോൾ 11 അതുപോലെയുള്ള ഓഫേഴ്സ്, ഇപ്പോൾ സ്പ്രിംഗ് ഫെസ്റ്റിവൽ ഓഫേഴ്സ് ഒക്കെ വരുമ്പോൾ നല്ല റേറ്റ് കുറയും. 1,10,000 കേട്ടോ. ലെനോവോ 256. ഇവരുടെ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് അല്ലേ ഇവിടെ ഇത്രയും വില കുറവ്? ഇവിടെ ആക്ച്വലി ഇവരുടെ സാധനം മീൻസ് പ്രൊഡക്ഷനൊക്കെ ഇവിടെയാണ്. ഇവിടെ ഭയങ്കര DJI ഭയങ്കര ചീപ്പാണ്. നോക്കിക്കേ, DJI Mini 4 Proന് 7,388 ആണ് വരുന്നത്. അല്ല 4788. അത് പ്രോന്റെ ഇത് ബാക്കിയുള്ള മീൻസ് ആക്സസറീസ് എല്ലാം കൂടെ ചേർത്ത് ഓസ്മോ ആക്ഷൻ. പിന്നെ ഇത് DJI Avata 7,698 മാത്രമാണ് വരുന്നുള്ളൂ. അതായത് നാട്ടിലത്തെ അപ്പോൾ എത്ര രൂപ? 60,000. അല്ല, നാട്ടിലെ ഐ മീൻ 80,000 വരുന്നുണ്ട് അല്ലേ? ഒരു 80,000-നകത്ത്. പക്ഷെ നാട്ടിൽ ഇതിനെക്കാട്ടിയും വില ആയിരിക്കില്ല ഇതിന്. നല്ല റേറ്റ്. ഇതിപ്പോൾ പറയണത് എന്താ സാധനം? പറ, ഇതെന്താ സാധനം? ഇതെന്താന്ന് എനിക്കും അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്താ ചേച്ചി?
പോരട്ടെ. തുണി അലക്കിയിട്ട് ഉണക്കാന്നുള്ള സാധനമായിരിക്കും. ഡ്രൈ ഞാൻ അഭിനയിച്ചു കാണിക്കാം. ഉണക്കാൻ അല്ലേ? ഉണക്കാനുള്ളതാണ് മല്ലു. ഇവിടെ €3 കണ്ടപ്പോൾ എൻ്റെ പരിഷ്കാരിക്ക് വീണ്ടും ആക്രാന്ത്. എല്ലാ ഡ്രസ്സും വേണമെന്ന് €3 കണ്ടപ്പോഴേ. പാപം അന്ത മുഖം അന്ത മൂഞ്ചി കൊഞ്ചം പാക്കട്ടോ. കളിയല്ല, €3 കണ്ടപ്പോൾ എല്ലാം വേണം പറഞ്ഞത്. ഈ സംഭവം എന്താണെന്ന് മനസ്സിലായോ? ഇതെല്ലാം പവർ ബാങ്ക്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവിടെയും ഇങ്ങനെ പവർ ബാങ്ക് ഉണ്ടാവും. ഇത് നമുക്ക് ആവശ്യത്തിന് പുറത്തേക്ക് എടുത്തിട്ട് ചാർജ് കഴിയുമ്പോൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കും. അതിന് ഞാൻ ഓണാക്കുമ്പോൾ ഇവനൊന്നും പറയുന്നില്ല. ഇവന് നാണം കുണിയാണ്. അല്ലല്ല, ഇതിന്റെ താഴെ ഒരു വോക്ക് വേ, നല്ലൊരു വോക്ക് വേ ആണ്. നമ്മൾ താഴെ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ലെവലിൽ ഫുള്ളി ഒരു ഫ്ലോർ, അണ്ടർഗ്രൗണ്ടിൽ ഒരു ഫ്ലോർ മുഴുവനും ഇപ്പൊ ഫുഡ് അതുപോലുള്ള പല കാര്യങ്ങൾ കിട്ടും. ഫുഡിന്റെ കാര്യം പറയണ്ട, അവൻ വയലന്റ് ആവും. അത് ഇവിടെ 4ാമത്തെ നിലയിൽ ഇപ്പൊ അടുത്ത ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ഉണ്ടെന്നാ പറഞ്ഞ. നമ്മള് സുന്നിങ് നോക്കിയാ വന്നത്. സുന്നിയോ? സുന്നി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ്. തലയിടിക്കണ്ട. ഇല്ല, സുന്നി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്. പക്ഷെ അത് ഞാൻ ഇവിടെ വന്നപ്പോ കോവിഡിനൊക്കെ മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ആ ലൊക്കേഷൻ വെച്ച് നിന്നപ്പോ അവിടെ വേറെന്തോ സാധനം. കോവിഡിന്റെ സമയത്ത് ഇതെല്ലാം അടച്ചിട്ടോ? അല്ല, ഇപ്പൊ അന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം എന്നാണല്ലോ പറഞ്ഞത്. അല്ലല്ല, കോവിഡ് ടൈം വന്ന സമയത്ത് ഇവിടെ ഇപ്പൊ റെസ്ട്രിക്ഷൻ വരുമ്പോഴുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഒരു കേസോ 2 കേസോ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അടയ്ക്കും. അത് കഴിഞ്ഞ് വെല്ല ടെസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും തുറക്കും. ഈ സംഭവം നമുക്ക് ജസ്റ്റ് കാസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അതായത് മൊബൈലിലും പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു സംഭവമുണ്ട്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതാണല്ലേ, ഇതിന് വേറെ പേയ്മെൻ്റ് ആണ് കേട്ടോ. ഇതിന് ഏകദേശം 1000 RMB വരുന്നുണ്ട്. പിന്നെ ഈ ഗ്ലാസിന് ഏകദേശം 2000 RMB വരുന്നുണ്ട്. അല്ല, അത് ടൈപ്പ് സി മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് നമ്മുടെ മൊബൈലും കണക്ട് ചെയ്യാം, ഈ മെഷീനും കണക്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് സംഭവം നമുക്ക് സിനിമ കാണാൻ പറ്റില്ലേ? സിനിമ കാണാം, പാട്ടുകൾ കാണാം, പാട്ടുകൾ കേൾക്കാം, എല്ലാം ചെയ്യാൻ പറ്റും. അടിപൊളിയുണ്ട്. എന്താണ് വീഡിയോ എടുക്കുക? എൻ്റെ വീഡിയോ എടുത്തിട്ട് എന്താ കാര്യം? അത് അതിൽ കാണാൻ പറ്റുമോ? ഓ, വീഡിയോ എടുക്കുന്നതെല്ലാം അതിൽ കാണാമല്ലേ? അങ്ങനെ നമ്മളിപ്പോൾ മൊബൈലിനകത്ത് എന്താണോ ചെയ്യുന്നത് അത് നമുക്ക് ഈ ഗ്ലാസ്സിനകത്ത് കാണാൻ പറ്റും. എൻ്റെ വീഡിയോ ഇപ്പോൾ അവൻ ആ മൊബൈലിൽ നമ്മളത് കണക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ എടുത്തു, അത് മൂപ്പർക്ക് കണ്ടിൽ ഇങ്ങനെ കാണാൻ പറ്റും. അത്ര തന്നെ. ഭക്ഷണത്തിനൊക്കെ കഷ്ടപ്പെട്ടായിരുന്നോ? കഷ്ടപ്പെട്ടൊന്നുമില്ല. ഒന്നുകിൽ കമ്പനിയിൽ നിന്ന് കഴിക്കും, ഇല്ലെങ്കിൽ പുറത്ത് എല്ലാം വർക്കിംഗ് ആയിരുന്നു. അതിനൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒരു 2 ദിവസം ഇപ്പോൾ കോവിഡ് വരുന്ന ലോക്ക്ഡൗൺ ആവുന്നതാണെങ്കിൽ ഫുള്ള് ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യും. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഓ, പുറത്തിറങ്ങില്ല. എത്ര ദിവസം പുറത്തിറങ്ങാതിരുന്നു? അല്ല, അങ്ങനെ അത് അവർ ടെസ്റ്റ് നെഗറ്റീവ് ആവുന്നവരെ. പിന്നെ അങ്ങനത്തെ ടെസ്റ്റിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? ടെസ്റ്റിംഗ് അവർ ഇപ്പോൾ നമ്മളൊരു അപ്പാർട്ട്മെന്റിൽ, എനിക്കിതുവരെ ആ സമയത്ത് കോവിഡ് വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷേ അല്ല, മൂക്ക് കുത്തിയായിരുന്നു? മൂക്ക് വാ തൊണ്ട. നമ്മുടെ നാട്ടിൽ പോലെ പുറത്തിറങ്ങി കയറുമ്പോൾ മാത്രം കുത്തിയാൽ മതിയോ? അതോ അല്ല, പുറത്തിറങ്ങുവാണെങ്കിൽ അത് നിർബന്ധമായിരുന്നു. റൂമിൽ ഇരിക്കുമ്പോഴോ? റൂമിൽ ഇരിക്കുമ്പോൾ വേണ്ട. പക്ഷേ ഞാൻ ഡെയിലി വർക്കിംഗ് ആയിരുന്നല്ലോ, സോ ഡെഫിനറ്റ്ലി എനിക്ക് ഡെയിലി എടുക്കണം. അപ്പം നമ്മൾ എല്ലാ ദിവസവും മൂക്ക് കുത്തണമായിരുന്നു? ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ് ആകുമ്പോഴേക്ക് നേരെ അവിടെ ടെസ്റ്റ് സെന്റേഴ്സ് ഉണ്ടാവും, എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അങ്ങനെ ടെസ്റ്റ് സെന്റേഴ്സിൽ എടുത്തിട്ട് അവിടുന്ന് ഇപ്പോൾ നമ്മൾ ഒരു ഈവനിങ് ഒരു 4 o'clock അല്ലെങ്കിൽ ആഫ്റ്റർ 5:30 നമ്മൾ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു 8 o'clock മുന്നേ, അതായത് നമ്മൾ കമ്പനിയിൽ തിരിച്ച് കയറുന്നതിന് മുന്നേ അത് അപ്ഡേറ്റ് ആവണം. എപ്പോഴും 24 hours നിർബന്ധമാണ്. വരുമ്പോഴുള്ള മെയിൻ പ്രശ്നം എന്ന് പറയുമ്പോഴേക്ക് ഈ ഫുൾ ചൈനീസ് ആണ്. പിന്നെ ഇവിടെ മെജോറിറ്റി ആൾക്കാർക്കും ഇംഗ്ലീഷ് അല്ലെങ്കിൽ വേറെ ലാംഗ്വേജ് ഒന്നും അറിയില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് തീരെ വിദ്യാഭ്യാസം ഇല്ല, ഇംഗ്ലീഷ് അറിയില്ല. വേറെ എന്തൊക്കെയാ കുറ്റം പറയാനുള്ളത്? വേറെ കുറ്റമായിട്ട് പറയാൻ ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മുടെ നാടിനെയും പിന്നെ ചൈനയെയും വെച്ച് നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ചൈനയെ കുറിച്ച്? നാടിനെയും ചൈനയും വെച്ച് നോക്കുമ്പോഴേക്ക് നാടിനെ കുറ്റം പറയുന്ന മോശമല്ലേ?
ഓ അപ്പൊ നാടിനെയാണ് കുറ്റം പറയാൻ തോന്നുന്നത്. അത് ഡെഫിനറ്റ്ലി നാടിനെ കുറ്റം പറയുന്നത് മോശമാണ്. പക്ഷെ നിനക്ക് നാട്ടിക്ക് നീ വരേണ്ടതാണ്, മറക്കരുത്. രണ്ടും അതായത് ഇപ്പൊ നമ്മുടെ നാടായിരുന്നാലും ലൈക്ക് നാടിനോട് എപ്പോഴും ഒരു സ്നേഹം ഉണ്ടാവും. ഇവിടത്തെ ഈ നാട്ടുകാർ നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് നാട്ടിലെ നാറിയ രാഷ്ട്രീയക്കാര് അല്ല നിന്നെങ്ങനെ ഈ നാട്ടുകാർ ഇങ്ങനെ ഒരു ഒറ്റയായിട്ട് കാണാറുണ്ടോ? ഇല്ല ഒരിക്കലും ഇല്ല. നീ ഒരു കാര്യം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇതുവരെ റേസിസം ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. റേസിസം കാസ്റ്റിസം ഒന്നും ഇവിടെ ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ചിലപ്പോ ഉണ്ടാവും, എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ. എല്ലാ സ്ഥലത്തും ചിലപ്പോൾ നാട്ടിലെ പോലെ തന്നെ നാട്ടിൽ ഉള്ളതുപോലെ കാണുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ റേസിസം കാസ്റ്റിസം യൂറോപ്പിലൊക്കെ ഉള്ളതുപോലെ ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ ഇവിടെ ജീവിക്കാൻ സുഖമാണ്, ജീവിക്കാൻ നല്ല സുഖമാണ് അല്ലേ? ജീവിക്കാൻ സുഖമാണ്, പക്ഷേ നല്ല കാശും കിട്ടും. ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇപ്പൊ ലാംഗ്വേജ് അറിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. അത് ഞങ്ങൾ നല്ല അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആംഗ്യ ലാംഗ്വേജ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. അവര് മാക്സിമം ഇവിടെയുള്ള ആൾക്കാർ അവരുടെ അതായത് നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിൽ അവർ മാക്സിമം ട്രൈ ചെയ്യും. എന്ന് പറയുമ്പോൾ നമ്മളോട് മനസ്സിലാക്കാൻ അവർ കേൾക്കാനായിട്ട് ഭയങ്കരമായിട്ട് അല്ല അത് ശരിയാണ്. നമ്മൾ എവിടെയെങ്കിലും ഇവർക്ക് പറഞ്ഞു തരാൻ അറിയില്ലെങ്കിൽ കൂടെ അവര് പോലും പല സൗണ്ട് ഒക്കെ ഉണ്ടാക്കി ഇപ്പൊ മറ്റേ വഴിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് അറിയില്ല. എന്നാലും നമ്മൾ പറയുന്ന അവർക്കും അറിയില്ല, അവർ പറയുന്ന നമുക്കും അറിയില്ല എന്ന് രണ്ടുപേർക്കും. സാധാരണ നമ്മളൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രമിക്കില്ല, ഇവർക്ക് അത് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. പിന്നെ പൊതുവെ നമ്മുടെ പരിഷ്കാരി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫാൻസ് വരുന്ന പോലെ തന്നെ അത് എല്ലായിടത്തും വന്നു കഴിഞ്ഞാൽ ഇത് ഫുള്ളി ബ്രാൻഡ് ഷോപ്സ് ആണ് ഇവിടെ കൂടുതലുള്ളത്. ഇത് കണ്ടോ റോഡില് ലൈറ്റ്? റോഡിനകത്ത് ഇത് ഗ്രീൻ ആകുമ്പോ നമുക്ക് ഇവിടെ ഗ്രീൻ ആകുമ്പോൾ നമുക്ക് പോകാൻ പറ്റിയല്ലേ? അവിടെ ഗ്രീൻ ആകുമ്പോ ഇവിടെയും ഗ്രീൻ ആവും. ഉണ്ടല്ലേ? ഞാൻ കണ്ടിട്ടില്ല. പച്ച കളറായി അല്ലേ? പച്ച കളർ അത് റണ്ണിങ് ലൈറ്റാ. ഓ മുഖത്തൊക്കെ ടാറ്റു അടിച്ചേക്കണ്. വണ്ടി ഈ ഒരു വണ്ടി ഉണ്ടല്ലോ ഇലക്ട്രിക്കാ, അത് ഫുഡ് ഡെലിവറി ആ സാധനം. ഇവർക്ക് പ്രത്യേകിച്ച് ട്രാഫിക് റൂളൊന്നും ഇല്ല. ഉണ്ട് ആക്ച്വലി അതൊക്കെ ഉണ്ട്. പക്ഷെ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്യാൻ വേണ്ടി, പിന്നെ അവരും ജീവിക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. എന്നാ നല്ല കാശ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവര് ഡെലിവറിക്കോ. ഡെലിവറി ഭയങ്കര കാശല്ലേ, ജസ്റ്റ് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നല്ല കാശാ. നമ്മളവിടെ ദിദി ഡെലിവറി ജോലി നോക്കിയാലോ ആലോചിക്കാണ്. അല്ല ദിദി സൊമാറ്റോയിലൊക്കെ, പക്ഷെ ചൈനീസ് അറിയണം. കാര്യം വിളിക്കുന്ന ആൾക്കാരെല്ലാം ചൈനീസ്. ഇവിടെ ഏറ്റവും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം അതാണ് അല്ലേ? കാരണം അതെന്തായിരിക്കും ഇവിടെ ഇംഗ്ലീഷ് അധികം താക്കാത്തത്? മനസ്സിലായി. ഇപ്പൊ പുതിയതായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചു വരുന്നുണ്ട്, സ്കൂളിൽ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ഹിന്ദി ഇമ്പോസിഷൻ ഇല്ലേ, അത് വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇതായിരിക്കും അവസ്ഥ. നമ്മുടെ നാട്ടില് ഫോറിൻ ബിസിനസ് ഒക്കെ ഭയങ്കരമായിട്ട് കുറയും. നമ്മുടെ നാട്ടിൽ വന്ന് ബിസിനസ് ചെയ്യണമെങ്കിൽ ഹിന്ദി പഠിക്കേണ്ട അവസ്ഥ വരും. ഓക്കെ. ഇവർക്ക് ഇംഗ്ലീഷിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പൊ ഫോറിൻ ബിസിനസ് ചെയ്യാനായിട്ട് ഉള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നല്ല രീതിയിൽ ഇത് അറിയായിരിക്കും, ഇംഗ്ലീഷ് അറിയാം. ഇത് താഴെ പോയി കഴിഞ്ഞാൽ സ്ട്രീറ്റ് എടുത്തും വാക്ക് വേ എടുത്തും മുഴുവനും അങ്ങനെയാണ്. രാത്രി ആയി കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയല്ലേ ഇവിടെ? ഇവിടെ നൈറ്റ് ലൈഫ് പൊളിയാ. ഇവിടെ ഇപ്പൊ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ ഒരു പെൺകുട്ടി ഈസി ആയിട്ട് ഇറങ്ങി നടക്കാം. ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. ഇവിടെ എങ്ങനെയാണ് മറ്റേ പിടിച്ചുപറി അതൊന്നുമില്ല. പിടിച്ചുപറി ഇവിടെ അതൊക്കെ എങ്ങനെ? ആ ഭാഗത്ത് പിടിച്ചുപറി പീഡനം അതൊന്നുമില്ല. പക്ഷെ നമ്മളെ കാശ് ഇപ്പൊ നമ്മൾ കയ്യിൽ കുറച്ച് കാശൊക്കെ വെച്ചിട്ട് ഏതെങ്കിലുമൊക്കെ സ്ട്രീറ്റിലോട്ട് ഇറങ്ങി നടന്നാൽ കാശ് പോകുന്ന അറിയത്തില്ല. അമ്മാതിരി ഫുഡാണ് ഇവിടെ ഉള്ള ഫുഡ്. കാര്യം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഇപ്പം നല്ല ഫുഡി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കാശ് പോകുന്നതെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. ഇപ്പം നമ്മുടെ പരിഷ്കാരി ഫ്രണ്ടിനെ പോലെ തന്നെ ഇവിടുന്ന് പോകുമ്പോഴേക്ക് ഫുഡ് സ്ട്രീറ്റ് എത്തിക്കഴിഞ്ഞാൽ മൂപ്പർക്ക് പ്രാന്ത, എന്താ മേടിക്കുക എന്നുള്ള ആ അവസ്ഥയാണ്. ഒരു രക്ഷയില്ല. രാത്രി ആയി കഴിഞ്ഞാൽ ബിൽഡിങ്സ് ഒക്കെ കാണാൻ. HSBC മാരേജ് ഹോട്ടല് ഇത് അതാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ US കാണുന്ന പോലെ ആപ്പിൾ സ്റ്റോർ അതാണ്. അത് വേണമെങ്കിൽ ഇതുവഴി കൂടെ പോവാം. ജസ്റ്റ് കാണണമെങ്കിൽ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈ ബസ്സിന്റെ ഒക്കെ അവസ്ഥകളില്ലേ, ഈ ബസ് നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത്? ഇവിടെ ആപ്പ് ഉണ്ടോ? അതായത് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടതാണ് ബസ്സിന് വേണ്ടിയിട്ട്. അത് ഫോറിനേഴ്സിനൊക്കെ ആണെങ്കിൽ ഇവിടെ ബസ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ഫോറിനേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് വർക്കിംഗ് ഫോറിനേഴ്സ് ആണെങ്കിൽ അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്കാണെങ്കിൽ ഇപ്പൊ നമ്മൾ അലിപേ, വിചാറ്റ് ഇതിലൊക്കെ മിനി ആപ്സ് ഉണ്ടാവും. പക്ഷെ അതിലും 2 പ്രോബ്ലം ഉണ്ട്. ചില മിനി ആപ്സിൽ നമുക്കിപ്പോ ഈ ഇംഗ്ലീഷ് നെയിംസ്, അതായത് ഇപ്പൊ നമുക്ക് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിമിന്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ട്. ചൈനീസ് നെയിമിന് സ്പേസ് ഉണ്ടാവില്ല. അപ്പൊ സ്പേസ് ഇടാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ പാസ്പോർട്ട് കൊടുത്താലും
ഫോറിൻ പാസ്പോർട്ട് അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ. ചില ആപ്സ്, അതായത് ഇപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഇപ്പോൾ ഗോഞ്ചോ മെട്രോൻ്റെ ഒരു ആപ്പ് ഉണ്ട്, അല്ലാണ്ട് ബസ്സിലൊക്കെ ആണെങ്കിൽ ഗോഞ്ചോ ട്രാൻസ്പോർട്ടിൻ്റെ വേറൊരു ആപ്പ് ഉണ്ട്. അത് മിനി ആപ്സ് ആയിട്ട് നമ്മളിപ്പോൾ എന്താ പറയുക, വിചാറ്റിലെ മിനി ആപ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആപ്പ് കയറാം. അല്ലെങ്കിൽ 7-Eleven നിന്ന് കാർഡ് എടുക്കാൻ പറ്റും. ഓക്കെ. ആ കാർഡ് നമ്മൾ റീചാർജ് ചെയ്യണം. ഈ സാധാരണക്കാർ റീചാർജ് ചെയ്യണം. ആ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതും ഇതിനെല്ലാം യൂസ് ചെയ്യാം. അത് കോമൺ ആണ്. നമ്മൾ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ട്, ഇപ്പം ഈ ഫോറിനേഴ്സ് ടൂറിസ്റ്റ് വിസ വരുന്നവർക്ക് 7-Eleven കാർഡ് മാത്രമേ വരത്തുള്ളൂ, അല്ലാതെ ഒന്നും വരത്തില്ല. സാധാരണക്കാർ വന്നു കഴിഞ്ഞാൽ എളുപ്പവഴി അതേ ഉള്ളൂ. 7-Eleven കാർഡ് എടുക്കുക, അത് റീചാർജ് ചെയ്യുക, അത് വെച്ച് പബ്ലിക് ട്രാൻസ്പോർട്ട്. ഇവിടെ ആണെങ്കിൽ കണ്ടക്ടർ ഉണ്ടാവില്ല ബസ്സിൽ. സോ അവർ ഡീഫോൾട്ടായിട്ട് ഒരു സ്ഥലം വെച്ചിരിക്കും. ആ ഡീഫോൾട്ടായിട്ട് ഒരു സ്ഥലം വെച്ചിട്ട് ആ ഡീഫോൾട്ടായിട്ട് ആ സ്ഥലത്ത് തന്നെ ഇപ്പോൾ ഇത് സ്ട്രീറ്റിൽ ഇയാൾക്ക് ഇപ്പോൾ കാശ് കൊടുക്കാനായിട്ട് അവിടെ അലിപേ വിചാറ്റിൻ്റെ QR കോഡ് ഉണ്ട്. ഞാനിവിടെയല്ല. അപ്പോൾ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമോ? ഇവിടെ സ്ട്രീറ്റ് ഫുഡ് എന്ത് വേണമെങ്കിലും നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. എല്ലാം ഹൈജീനിക് ആയിരിക്കും, വയറിനൊന്നും കിട്ടത്തില്ല, ഒരു പണിയും കിട്ടത്തില്ല. ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്നില്ല, ഇവിടുത്തെ ചൈനീസ് സ്ട്രീറ്റ് ഫുഡിന് ഞാൻ ഗ്യാരണ്ടി. ഓക്കെ ഓക്കെ. ചൈനീസ് ഫുഡിന്, ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡിന് ഇവൻ ഗ്യാരണ്ടി എന്നാണ് പറയണത്. ഓക്കെ, നമുക്ക് സമ്മതിച്ചേക്കാം, കഴിച്ചു നോക്കാം. ഇവിടുത്തെ പ്രശ്നമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇത്രയും നാളും കോവിഡ് ടൈം മുതൽ ഞാൻ ഇവിടെ ഉള്ള പല സ്ട്രീറ്റ് ഫുഡും ട്രൈ ചെയ്തിട്ടുള്ള എനിക്ക് ഒരു പ്രശ്നം വന്നിട്ടില്ല. സാധാരണ എനിക്ക് ഭയങ്കരമായിട്ട് വയറ് സെൻസിറ്റീവാണ്. എനിക്ക് അങ്ങനെയാണ്. എവിടെ ഇപ്പോൾ? ഓ അടിപൊളി ബാർബിക്യൂ ഫ്രണ്ട്. ഇവിടെ നമുക്ക് ഇതുവരെ മീൻസ് ഇതുവരെ എന്നല്ല, ഇവിടെ എന്ന് പറയുമ്പോൾ കുറച്ച് ഹൈജീനിക് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അധികം പ്രശ്നം ഉണ്ടാവില്ല. നമ്മളെ നാട്ടിനെ പോലെ ഈ മായം ചേർക്കുന്ന പരിപാടി, പഴകിയ ഭക്ഷണമൊന്നും ഇവിടെ ഉണ്ടാവില്ല. കാരണം ഇവിടെയൊക്കെ നല്ല സെയിൽ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവർക്ക് ഇന്ന് ഓൾമോസ്റ്റ് ഇപ്പോൾ തീരുമ്പോൾ തന്നെ അവർ വീട്ടിൽ പോകും. രാത്രി ഇവിടെ കാര്യം നൈറ്റ് ഉറങ്ങാറില്ലല്ലോ ആരും. അതെന്താ മായം ചേർക്കുന്ന പരിപാടി ഇല്ല എന്ന് പറഞ്ഞു? അല്ല, ഇവിടെ മായം ചേർക്കുന്ന പരിപാടി എന്ന് പറയുമ്പോൾ ഇവിടെ ഫുഡ്, ഒന്നാമത്തെ കാര്യം ഇവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് കൂടുതലാണ്. പിന്നെ ഇതൊക്കെ ഇല്ലീഗലാണ്. പിന്നെ രണ്ടാമത്തത് ഇവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. കൾച്ചറിന്റെ ഭാഗം എന്ന് പറയുമ്പോഴേക്കും ഇവരുടെ ആൻസസ്റ്റേഴ്സിന് ഫുഡ് കിട്ടില്ല, അങ്ങനെയൊക്കെ കൾച്ചർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട് ഇവിടെ. അതെൻ്റെ ഒരു ചൈനീസ് ഫ്രണ്ട് പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു ആൻസസ്റ്റേഴ്സിന് ഫുഡ് കിട്ടില്ല. അപ്പോൾ ഇവരുടെ ആൻസസ്റ്റേഴ്സിനൊക്കെ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അതിന് വേണ്ടിയായിട്ടൊരു ദിവസം തന്നെയുണ്ട് ചിമ്മിൻ ഫെസ്റ്റിവൽ എന്ന് പറയും. ആ സമയം അത് വൻ കോമഡി, അത് വേറൊരു കോമഡിയാണ്. ചിമ്മിൻ ഫെസ്റ്റിവലിൽ മറ്റേ കാറൊക്കെ കൊണ്ട് കത്തിക്കുന്ന ടീംസൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ ഇനി വരാം. എന്താ ഫാൻസ് അല്ലേ, വിഗു ഫാൻസ് അസോസിയേഷൻ ചൈന ടിക്ടോക്കൊക്കെ ചോദിച്ച് വാങ്ങിയേക്കണു. നൻപേണ്ട, അതാണ് ആ ബന്ധം. അതാണ് ഫുഡെല്ലാം മേടിച്ച് നമ്മളിത് നമ്മുടെ റൂമിലെത്തിയിരിക്കുന്നു. റൂമെല്ലാം നമ്മളെ അലങ്കോലമാക്കി. അയ്യോ, നമ്മൾ വേസ്റ്റ് കളഞ്ഞില്ലല്ലേ? ആ ശരിയാണ്. ഈ റൂം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, നമ്മളാണ് ഇങ്ങനെയൊക്കെ ആക്കിയത്. ഞാനാണല്ലേ? അതെ. നമ്മുടെ നമ്മൾ കിടക്കുന്ന റൂം ഇതാണ്. ഇതിൻ്റെ കോലം കണ്ട അറിയാം ആരാക്കിയതാണെന്നൊക്കെ. വേണ്ട, ഒരാളുടെ വീട്ടിൽ, ഒരാളുടെ അപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് ചെയ്തതാണ് നമ്മളിത്. പിന്നെ ഇവനായതുകൊണ്ട് പിന്നെ അതൊന്നും സങ്കടമുള്ള കാര്യമല്ല അല്ലേ? എനിക്കൊരു സങ്കടമില്ല. കൂടെ ഒന്ന് സംസാരിച്ചാൽ മതി. സംസാരം മാത്രം മതി, സ്നേഹം മാത്രം മതി പറയണ പോലെ. അയ്യോ, എനിക്കും വയസ്സായി, വീടിനും വയസ്സായി, തീർന്നല്ലേ. അങ്ങനെ സാപ്പിടല. നമ്മളിത് ഫുഡെല്ലാം അവിടെ നിന്ന് വാങ്ങിയിട്ട് ഇങ്ങോട്ട് വന്ന്, എനിക്കെന്താണ് ഫുഡ്? എനിക്ക് ചോറ്, പിന്നെ എൻ്റെ പരിഷ്കാരിയായ കൂട്ടുകാരനിതേ ചിക്കൻ. രാത്രി റൈസൊന്നും കഴിക്കത്തില്ല എന്ന് പറഞ്ഞു അല്ലേ? ഇവനും ചോറ് വേണം രാത്രി. ചോറുണ്ടെങ്കിലാണ് ഉറങ്ങാൻ പറ്റുള്ളൂ. ചൈനയിൽ വന്നിട്ട് ആ സ്വഭാവത്തിന് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ എന്താ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്? എനിക്ക് ചോറ് വേണം. ചോറുണ്ട്, ചിക്കനുണ്ട്, പിന്നെന്താ ഇത് എന്താ ഇത്? അതെ, താറാവ്.
താറാവുണ്ട് കണ്ടോ, ഒരു കയ്യിൽ താറാവ്, മറുകൈയിൽ ചിക്കൻ. ഓ, അപ്പം ഇന്നത്തെ ദിവസം നമുക്ക് ഇങ്ങോട്ട് കഴിച്ച് തീർക്കാം അല്ലേ? ഓക്കെ എന്നാൽ ഡക്ക് BBQ.